തീയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള ആട് എവിടെ? ഈ മോൻ എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? മോൻ ആദ്യമായിട്ടല്ല ആരാധനയ്ക്ക് പോകുന്നത്. മോൻ അപ്പന്റെ കൂടിയതിന് മുമ്പും പല പ്രാവശ്യം ആരാധന നടത്തിയിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മോൻ കണ്ടിട്ടുണ്ട് എന്റെ പപ്പ എങ്ങനെ ആരാധിക്കുന്നതെന്ന്. മോൻ അറിയാം എന്റെ പപ്പ ചുമ്മാതെ വിറക് കൂട്ടിയിട്ട് തീ കൊളുത്തത്തില്ല. ഇന്ന് വരെ എന്റെ പപ്പ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. ചുമ്മാ വിറക് അങ്ങോട്ട് അടുക്കി വെക്കണം. അടുക്കി വെച്ചിട്ട് തീ അങ്ങോട്ട് കൊളുത്തിയാൽ മതി. കുറെ നേരം കത്തും. അപ്പൊ ദൂരെ നിൽക്കുന്നവർ വിചാരിക്കും ഭയങ്കര ആരാധന നടത്തുക. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അല്ലേ, പോകാതിരിക്കല്ലേ നല്ലത്. ഐസക്കിനറിയാം എന്റെ പപ്പ അങ്ങനെ ചെയ്യത്തില്ല. ഒരു തോമാച്ചനെ ഞാൻ ഓർക്കുന്നു. തോമാച്ചന്റെ ഭാര്യ ഏലിയാമ്മ. ഏലിയാമ്മ നേഴ്സായിരുന്നു. ഇപ്പൊ അവര് ജീവിച്ചിരിപ്പില്ല. ഏലിയാമ്മ സഭായോഗത്തിന് വരാത്ത ഞായറാഴ്ച തോമാച്ചൻ ഫുട്ബോൾ പോലെ ചാടുന്നത്. അന്ന് മാതൃഭാഷ വരത്തേ ഇല്ല, മറുഭാഷ മാത്രമേ വരത്തുള്ളൂ. പക്ഷെ ഏലിയാമ്മ ആരാധനയ്ക്ക് വരാത്ത ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച തോമാച്ചൻ സഭായോഗത്തിന് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ആരെങ്കിലും പോയി നോക്കണം. കാരണം ഏലിയാമ്മയ്ക്ക് അറിയാം ഈ തട്ടിപ്പോക്കെ. പക്ഷെ എനിക്ക് തോമാച്ചനോട് ചോദിക്കാനുണ്ടോ, തോമാച്ച ഏലിയാമ്മയ്ക്ക് നിന്നെ അറിയാവുന്ന അത്രയും പോലും ദൈവം തമ്പുരാൻ നിന്നെ അറിയത്തില്ലെന്നാണ് നിന്റെ ചിന്ത. ദൈവത്തിന്റെ വിശുദ്ധന്മാർ മക്കൾക്ക് എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്ന് മാതൃക കാണിച്ചു കൊടുക്കുമെങ്കിൽ ഒരു പരിധി വരെ മക്കളെ ഈ കൃപയിൽ പിടിച്ചു നിർത്താൻ എളുപ്പമാണ്. 60-ാം വയസ്സിൽ പെട്ടെന്ന് ഹാർട്ട് ഫെയിലായി മരിച്ച ഒരു മനുഷ്യനെ എനിക്കറിയാം, ബോംബെയിൽ. അദ്ദേഹത്തിന് ഏക മകൻ. അദ്ദേഹം നീതിമാനായ മനുഷ്യനായിരുന്നു. സഭായോഗം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ മോട്ടോർ സൈക്കിളിൽ വീട്ടിലെത്തി. 3-ാം നിലയിൽ താമസം. 3-ാം നിലയിൽ കയറി ഡ്രസ്സ് ഊരിയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെസ്റ്റ് പെയിൻ തോന്നി. കട്ടിലോട്ട് ഇരുന്നു, കിടന്നു. അന്നേരം ജീവനും പോയി. വളരെ നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഏക മകൻ. അപ്പൊ അദ്ദേഹം ആ പയ്യൻ ദൈവകൃപയിൽ അടുത്ത് വരുന്നില്ല. ഒരെണ്ണേ ഉള്ളൂ. ഒരു 10-18 വയസ്സൊക്കെ ആയി, ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ സമയമായപ്പോൾ അവൻ ദൈവ വഴി വിടുന്നു എന്ന് അപ്പന് മനസ്സിലായി. അപ്പൻ ഒരു ദിവസം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്കാകെ ഒരു മകനേ ഉള്ളൂ. നീ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണം, അത് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ദൈവവേദന എന്ന നിലയിൽ നിന്റെ മുമ്പിൽ അമാതൃകയായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് എന്നോട് പറയുക. ഞാൻ എൻ്റെ ജീവിതത്തെ ശരിപ്പെടുത്താം. പക്ഷേ നീ ദൈവ വഴി വിട്ടു പോകരുത്. എന്തൊരു നിഷ്കളങ്ക മനസ്സന്നോയ്ക്ക് അല്ലേ മോനെ. ഞാൻ അമാതൃകയായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചതായിട്ട് നിനക്ക് തോന്നുന്നെങ്കിൽ നീ എന്നോട് പറയണം. ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താം. പക്ഷേ നീ ദൈവ വഴി വിട്ടു പോകരുത്. ഈ നിഷ്കളങ്കതയും ഈ പ്രാഗൽഭ്യവും തലമുറകളുടെ മുൻപാകെ കാഴ്ചവെക്കുവാൻ ഏതൊരു ഭക്തനും കടപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഇതിനു വേണ്ടി ആയിരുന്നു. മക്കളോടും പിൻവരുന്ന തലമുറയോടും ദൈവ വഴിയിൽ നടക്കുവാൻ. ചില വീട്ടിലെ പിള്ളേരെ എങ്ങനെയൊക്കെ മാതൃക കാണിച്ചാലും ഉണ്ടല്ലോ, എങ്ങനെയൊക്കെ മാതൃക കാണിച്ചാലും ചിലതിനെ കുറെ നാളത്തേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അതൊക്കെ എനിക്കും അറിയാം. നമ്മൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നേ. പക്ഷേ എങ്ങനെല്ലാം നിഷ്കളങ്കതയോടും മാതൃകയോടും കാണിച്ചിട്ടും പിടിതരാതെ പോകുന്ന മക്കളുള്ളവർ പ്രാർത്ഥന നിർത്താതിരുന്നേച്ചാൽ മതി. പ്രാർത്ഥന നിർത്താതിരുന്നേച്ചാൽ മതി. ദൈവം നിശ്ചയമായിട്ടും മോസസിനെ നമ്മൾ ഓർക്കണം. കുഞ്ഞു പ്രായത്തിൽ ഒറ്റ നോട്ടത്തിന് തന്നെ ഫറവോന്റെ പുത്രി പറഞ്ഞു, ദിസ് ഈസ് ആൻ ഹീബ്രൂ ചൈൽഡ്. ഒറ്റ നോട്ടത്തിന് മനസ്സിലായി എബ്രായരുടെ കുട്ടിയാണ്. അതേ കുട്ടി വളർന്ന് യൗവനമായി കഴിഞ്ഞപ്പോൾ ഇത്രോ എന്ന ജാതീയ പുരോഹിതന്റെ പെൺമക്കൾ, ചെറുപ്പക്കാരികളായ പെൺമക്കൾ അദ്ദേഹത്തെ കണ്ടു. നമുക്ക് ആ കഥയെല്ലാം അറിയാം.
ഒരു ദിവസം ആടിനെ തീറ്റാൻ അവർ പോയി. അപ്പോൾ എന്ന് വന്ന് മറ്റ് ഇടയന്മാർ അവരെ ബോധർ ചെയ്യും. അപ്പോൾ വെള്ളം കുടിപ്പിക്കാൻ ലേറ്റ് ആകും. എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ പെട്ടെന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അപ്പൻ ചോദിച്ചു, മക്കളെ ഇന്ന് നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് വന്നത്? അപ്പൊ അവരപ്പനോട് പറഞ്ഞ ഒരു മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓർക്കുന്നുണ്ടോ? Today an Egyptian helped us. ഇന്ന് ഒരു മിസ്രയീമ്യൻ ഞങ്ങളെ സഹായിച്ചു. കുഞ്ഞായിരുന്നപ്പോൾ ഹീബ്രുവായിട്ട് കാണപ്പെട്ട അതേ ആൾ യൗവനമായപ്പോൾ ഈജിപ്ഷ്യനായിട്ട് കാണപ്പെടുന്നു. ഈജിപ്തിൽ താമസിച്ചു വളർന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പൊ അദ്ദേഹത്തിന്റെ സംസ്കാരവും സംസാരവും അദ്ദേഹത്തിന്റെ സ്റ്റൈലും എല്ലാം ഒരു ഈജിപ്ഷ്യനെ പോലെ ആയിരിക്കുന്നു. ഇതുപോലെയുള്ള കുട്ടികളൊക്കെ നമുക്കറിയാം, അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ നിർത്താൻ വേണ്ടി അന്ന് ആ ചെറിയ ആ ആരംഭകാലത്ത് കാണിച്ച വിശ്വാസത്തിന്റെ ധീരത ദൈവത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓർക്കുക, ദൈവത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ കുഞ്ഞിനെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായിരുന്നു ഇതൊരു സ്പെഷ്യൽ ചൈൽഡാണ്, ദൈവത്തിന് ആവശ്യമുള്ള കുഞ്ഞാണ്. ഈ തലമുറയിൽ ദൈവം ഞങ്ങളുടെ കുഞ്ഞിനെ ഉപയോഗിക്കുമെന്ന് അവൻ ദിവ്യസുന്ദരൻ, ഒരു ഡിവൈൻ ബ്യൂട്ടി അവന്റെ മുഖത്ത് കണ്ടിട്ടാണ് അവനെ ഒളിച്ചു വെക്കാൻ തീരുമാനിച്ചതെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അന്ന് അത്രയും വിശ്വാസത്തിന് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറായ മാതാപിതാക്കളുടെ നിഷ്കളങ്കതയെ ദൈവം ഒരിക്കലും മറക്കത്തില്ല. ഒരു സമയത്തേക്ക് അവൻ കൈവിട്ടു പോയെന്നൊക്കെ തോന്നിയാലും ദൈവത്തിന്റെ സമയമായപ്പോൾ അവൻ ഹോരേബിന്റെ അടിവാരത്തിൽ കൂടെ ആടിനെ